ഞാനുമായി ബന്ധമുണ്ടെങ്കിലോ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെങ്കിലോ അതൊന്നും ഇതിനകത്ത് വിഷയമല്ല. നിയമം അതിൻ്റേതായ വഴിക്ക് പോകും. ഇപ്പം ഇന്നത്തെ കാലത്ത് ആരാ ഫോട്ടോ എടുക്കാത്തത്? നമ്മളെവിടെ പോയാലും ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും. ആ വരുന്ന ആളുകളുടെ ജാതകം നോക്കാൻ പറ്റുമോ? അവർക്കൊരു സംരക്ഷണം കൊടുക്കില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെല്ലാം ഒരുപോലെയാണ്. ഗവൺമെൻറ് മുമ്പിൽ ഒരുപോലെയാണ്. കുറ്റകൃത്യം ആര് ചെയ്താലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ശുദ്ധ തെറ്റാണ്. ഓപ്പറേഷൻ തുഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ്. 10 വർഷം അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കുകയല്ല അദ്ദേഹം വേണ്ടത്. ഇന്ന് കേരളത്തെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്നിൻ്റെ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനാണ് ഓപ്പറേഷൻ തുഫാൻ. ഇതിനകത്ത് ഞാൻ ഒരു രാഷ്ട്രീയവും കലർത്തിയിട്ടില്ല. ദയവായി പ്രതിപക്ഷ നേതാവും ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തരുത്. കേരളത്തെ രക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. കാരണം ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് സമാധാനമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലുള്ള അമ്മമാർക്ക് ഉമ്മമാർക്ക് സമാധാനമുണ്ട്. പാവപ്പെട്ട ആളുകൾക്ക് സമാധാനമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വൻ പദ്ധതിയാണ്. അതിനകത്ത് ആരെ പിടിച്ചാലും ശരി, യൂത്ത് കോൺഗ്രസ് അല്ല, DYFI അല്ല, ആരെ പിടിച്ചാലും ശരി, അവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനകത്ത് ആരെയും രക്ഷിക്കാൻ ആരും ഇറങ്ങില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല. കുറ്റം ചെയ്യുന്നവർക്ക് എന്ത് രാഷ്ട്രീയമാണ്? കുറ്റം ചെയ്യുന്നവരെ പ്രതികളായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഭാരവാഹി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിയമപരമായ നടപടിയെടുക്കും. ഒരു സംശയവും വേണ്ട. ഇതിനകത്ത് ഇത്രയും ദിവസം, കഴിഞ്ഞ 80 ദിവസമായി ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു പരാതിയും ആർക്കുമില്ല. അപ്പോൾ ഇപ്പോഴും പരാതിയുടെ അവകാശമില്ല. ആര് തെറ്റ് ചെയ്താലും, ആര് മയക്കുമരുന്ന് ഉപയോഗിച്ചാലും വിതരണം ചെയ്യാൻ പേര് കർശന നടപടി ഉണ്ടാകും. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനുമായി ബന്ധമുണ്ടെങ്കിലോ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെങ്കിലോ അതൊന്നും ഇതിനകത്ത് വിഷയമല്ല. നിയമം അതിൻ്റേതായ വഴിക്ക് പോകും. അവരെ എല്ലാം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നടപടിയെടുക്കും. കർശനമാണ്. പിന്നെ നമ്മുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. നമ്മളോടൊപ്പം എത്രയോ ആളുകൾ പൊതുപരിപാടി പങ്കെടുക്കും, ഫോട്ടോ എടുക്കും. അവരാരാന്ന് നമുക്കറിയാവോ? നാളെ അവർ കുറ്റവാളിയാണെങ്കിൽ അത് നമ്മൾ കുറ്റവാളിയെ സഹായിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഇന്നത്തെ കാലത്ത് ആരാ ഫോട്ടോ എടുക്കാത്തത്? നമ്മളെവിടെ പോയാലും ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും. ആ വരുന്ന ആളുകളുടെ ജാതകം നോക്കാൻ പറ്റുമോ ആരാന്ന്? അപ്പം അതുകൊണ്ട് അതൊന്നും ഇവിടെ വിഷയമല്ല. ഓപ്പറേഷൻ തുഫാൻ കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ്. ആ പദ്ധതി മുന്നോട്ട് തന്നെ പോകും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നിയമം ആര് ലംഘിക്കുന്നു അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അതെനിക്കറിയില്ല. പോലീസ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഈ തൂഫാൻ നോഡൽ ഓഫീസർ മാറ്റിയിട്ടുണ്ട്. പുട്ടവിമലാദിത്യ മാറ്റിയെന്ന് പറയപ്പെടുന്നു. അത്തരം പുട്ടവിമലാദിത്യ 1 മാസത്തേക്ക് അവധി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാർഹികമായ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം എടുത്തിട്ട് ഇപ്പോൾ 1.5 ആഴ്ചയായി. അപ്പോൾ അതിന് പകരം ഒരാളിനെ വെക്കണമല്ലോ സ്വാഭാവികമായിട്ടും. 1.5 മാസക്കാലം അദ്ദേഹം ആന്ധ്രയിലേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, ചില പ്രശ്നങ്ങളുകൊണ്ട് അദ്ദേഹം പോയതാണ്. അപ്പോൾ അതിന് പകരം ഒരാളെ ചാർജ് ഏൽപ്പിച്ചതുള്ളൂ. അദ്ദേഹം മടങ്ങി വന്നാൽ അദ്ദേഹം തന്നെ തുടരും. അല്ല, ഇതുവരെ അത് തീരുമാനിച്ചിട്ടില്ല ഇതിനെപ്പറ്റി. വരട്ടെ. എല്ലാം ആയിട്ടുണ്ട്. എല്ലാം ആയിക്കോളും. ഇന്ന് നാളെ കൊണ്ട് ആയിക്കോളും. ഓപ്പറേഷൻ തുഫാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആശങ്കയും വേണ്ട. പ്രതിപക്ഷ നേതാവ് ഇതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ഇത് നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനമല്ലേ? അദ്ദേഹത്തെ പോലൊരു വ്യക്തി 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ഇതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. ആരെങ്കിലും ഒരാളെ എവിടെങ്കിലും പാർട്ടി ബന്ധമുണ്ടെന്ന് കരുതി ആ പദ്ധതി മുഴുവൻ ഇല്ലാതാകുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് നിയമം അനുസരിച്ചുള്ള നടപടി നേരിടേണ്ടി വരും. അവർക്കൊരു സംരക്ഷണം കൊടുക്കില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതിനകത്ത് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവരെല്ലാം ഒരുപോലെയാണ്. ഗവൺമെൻറ് മുമ്പിൽ ഒരുപോലെയാണ്. കുറ്റകൃത്യം ആര് ചെയ്താലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അതുകൊണ്ട് ഓപ്പറേഷൻ തുഫാൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ആര് തെറ്റ് ചെയ്താലും അവരുടെ പേരിൽ നടപടി ഉണ്ടാകും.